ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ വേളാങ്കണ്ണിയിൽ നിന്ന് തഞ്ചാവൂരിലേക്കുള്ള ബസ് നീണ്ട 3 മണിക്കൂറത്തെ ബസ് യാത്രയ്ക്ക് ശേഷം നമ്മൾ തഞ്ചാവൂരിലെത്തി കേട്ടോ. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഒരു ചേച്ചിയുടെ തോളത്ത് സുഖമായി കിടന്നുറങ്ങിയാണ് ഞാൻ തഞ്ചാവൂരിലെത്തിയത്. ഒരുപാട് കേട്ടും വായിച്ചറിഞ്ഞും സിനിമകളിൽ കേട്ടിട്ടും കണ്ടിട്ടും ഒക്കെയുള്ള തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്ത് ഒരുപാട് കാലത്തെ ആഗ്രഹത്തിന് ശേഷം നമ്മൾ അവിടെ എത്തിയിട്ടോ. വലതു ഭാഗത്തായിട്ട് ഇതുപോലൊരു വലിയ കിടങ്ങ് കാണാനായിട്ട് പറ്റും. ഇതൊക്കെ ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണ്. ബൃഹദേശ്വര ക്ഷേത്രത്തിന് പ്രധാനമായിട്ടും 2 ഗോപുരങ്ങളാണുള്ളത്. ആദ്യത്തെ കവാടം കഴിഞ്ഞ് നമ്മൾ എത്തുന്ന ആദ്യത്തെ ഗോപുരമാണ് കേട്ടോ ഇത്. അപ്പോൾ ഫസ്റ്റ് കവാടത്തിൻ്റെ മുന്നിലായിട്ട് നമുക്ക് ചെറിയൊരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. ആദ്യത്തെ ഗോപുരം കടന്ന് നമ്മൾ വരുന്ന സമയത്ത് കാണുന്നത് ഇതുപോലെ ചെറിയൊരു ഗാർഡൻ ഏരിയയാണ്. ആദ്യത്തെ ഗോപുരം കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ ഗോപുരം വരെ നമുക്ക് ചെരുപ്പ് ഉപയോഗിക്കാം. രണ്ടാമത്തെ ഗോപുരത്തിൻ്റെ വലതുഭാഗത്തായിട്ട് ഒരു ക്ലോക്ക് റൂം ഉണ്ട്. അവിടെ നമുക്ക് നമ്മുടെ ലഗേജസ്, ചെരുപ്പ് ഒക്കെ അവിടെ തന്നെ വെക്കാം. മൊബൈൽ ഫോൺ ഉള്ളിലേക്ക് അലൗഡ് ആണ്. നമുക്ക് മൊബൈൽ ഫോൺ എടുക്കുന്നതിന് പ്രശ്നമില്ല. ഇതാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ള 2 ഗോപുരങ്ങൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഗോപുരം കടന്ന് നമ്മൾ മുന്നിലോട്ട് വരുന്ന സമയത്ത് ഇതുപോലെ കാണുന്ന വിശാലമായൊരു മുറ്റമാണ്. മുറ്റത്തിൽ ഒരുപാട് മണ്ഡപങ്ങളുണ്ട്. അങ്ങനെ ഒരു മണ്ഡപത്തിലാണ് നന്ദിയുടെ ഒറ്റക്കൽ പ്രതിമയുള്ളത്. ശിവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഇപ്പോഴും നിത്യ പൂജയുള്ള ഒരു ക്ഷേത്രം കൂടെയാണ് ബൃഹദേശ്വര ക്ഷേത്രം. ഈ കാണുന്നതാണ് നന്ദിയുടെ മണ്ഡപം എന്ന് പറയുന്നത്. ഒറ്റക്കല്ലിൽ തീർത്തതാണ് നന്ദിയുടെ പ്രതിമ. നന്ദി പ്രതിമയ്ക്ക് മുന്നിലായിട്ടാണ് കൊടിമരം. കൊടിമരത്തിൻ്റെ നേരെ മുന്നിലായിട്ടാണ് നമുക്ക് ബൃഹദേശ്വര ക്ഷേത്രം കാണാൻ കഴിയുന്നത്. നന്ദിയുടെ പ്രതിമ ഏകദേശം 12 അടി ഉയരമാണ് നന്ദി പ്രതിമയ്ക്കുള്ളത്. ഈ നന്ദി മണ്ഡപത്തിൻ്റെ നേരെ മുകളിലായിട്ട് ഒരുപാട് ചിത്രപ്പണികൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ മണ്ഡപത്തിൻ്റെ നേരെ വലതു ഭാഗത്തായിട്ട് നമുക്ക് മറ്റൊരു ഉപക്ഷേത്രം കൂടെ കാണാം. അത് പാർവതി ദേവിയാണ് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ബൃഹന്നായികി ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രം അറിയപ്പെടുന്നത്. നന്ദി മണ്ഡപത്തിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് നോക്കുന്ന സമയത്ത് ഇതാണ് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്. നന്ദി മണ്ഡപത്തിൻ്റെ നേരെ മുന്നിൽ കൊടിമരം, അതിൻ്റെ നേരെയാണ് നമ്മൾ ക്ഷേത്രം ഇരിക്കുന്നത്. ഈ ക്ഷേത്രഗോപുരം ഏകദേശം 66 മീറ്റർ ഉയരമാണ് ക്ഷേത്രഗോപുരത്തിനുള്ളത്. ഒരുപാട് കൊത്തുപണികൾ നമുക്ക് അവിടെയുള്ള നന്ദി മണ്ഡപത്തിൻ്റെ തൂണിലും എല്ലാം കാണാനായിട്ട് പറ്റും. ഇതാണ് മൊത്തമായിട്ടും ആ അമ്പലത്തെയും മുറ്റത്തെയും ചുറ്റിയുള്ള നടപ്പന്തൽ എന്ന് പറയുന്നത്. ഈ നടപ്പന്തലിൽ ഒരുപാട് ശിവലിംഗങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. നടപ്പന്തലിൽ മൊത്തം 108 ശിവലിംഗങ്ങളാണുള്ളത്. അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് വേറെയുള്ള പ്രതിഷ്ഠകളും കാണാം. ഗണപതിയുണ്ട്, അതുപോലെ തന്നെ പാർവതി, അങ്ങനെ ഒരുപാട് ഉപദേവതകളുടെ പ്രതിഷ്ഠയും അതിൻ്റെ ഇടയ്ക്കുണ്ട്. ഇത് ആ ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ പുറകിൽ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഞങ്ങൾ പോയത് ഒരു ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. യുനെസ്കോ പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചതുകൊണ്ട് തന്നെ നമുക്കറിയാം ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരും ഈ ഒരു വിസ്മയം കാണാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ശിവലിംഗങ്ങളാണ് നമുക്ക് നടപ്പന്തലിൽ മുഴുവനായിട്ടും കാണാൻ കഴിയുന്നത്. അത് മൊത്തമായിട്ടും 108 എണ്ണമാണുള്ളത്. ഈ ശിവലിംഗത്തിൻ്റെ പുറകിലായിട്ട് പണ്ടുകാലത്ത് ചെയ്തിട്ടുള്ള ചിത്രപ്പണികൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ചിത്രങ്ങളൊക്കെ മാഞ്ഞുപോയി എങ്കിലും നമുക്ക് ചെറിയ ചെറിയ അതിൻ്റെ പാടുകളൊക്കെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ നേരെ പുറകിലായിട്ട് നമുക്ക് ഇതുപോലൊരു കിണർ കാണാനായിട്ട് കഴിയും. പണ്ട് കാലത്ത് ക്ഷേത്ര ആവശ്യത്തിന് മറ്റും ഉപയോഗിച്ചിരുന്ന ഒരു കിണറാണത്. ഇപ്പം അതിൽ വെള്ളം ഒന്നും തന്നെ ഇല്ല. പക്ഷേ എങ്കിലും അത് നല്ല രീതിക്ക് തന്നെ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം അത് പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുണ്ട് എങ്കിലും അത് സിമൻറ്റും മറ്റു സാധനങ്ങൾ കൊണ്ട് അതിൻ്റെ ആ ഒരു ഭംഗി അവർ പരമാവധി നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്.
ക്ഷേത്രത്തിൻ്റെ പിന്നിലേക്ക് വരുന്ന സമയത്ത് ഇടതുഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഈ ഒരു ഉപക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ പ്രധാന പ്രതിഷ്ഠ മുരുകനാണ്. മയിലിൻ്റെ മുകളിൽ മുരുകൻ ഇരിക്കുന്ന പോലെയാണ് ഇവിടെ പ്രതിഷ്ഠ വരുന്നത്. മറ്റുള്ള ഉപക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കൊത്തുപണികളാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ബൃഹദേശ്വര ക്ഷേത്രം പണി കഴിപ്പിച്ച സമയത്ത് ബൃഹദേശ്വര ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് രാജരാജേശ്വരൻ എന്നാണ്. രാജരാജ ചോളൻ പണി കഴിപ്പിച്ചുകൊണ്ടാണ് ആ പേര് കിട്ടിയത്. പിന്നീട് 17 തൊട്ട് 19 നൂറ്റാണ്ടിൽ തഞ്ചാവൂര് മറാത്ത രാജാക്കന്മാർ ഭരിക്കാൻ ആരംഭിച്ചപ്പോഴാണ് ഇന്നുള്ള ബൃഹദേശ്വരൻ എന്നുള്ള പേരായിട്ട് മാറിയത്. വൈകുന്നേരത്തോട് അടുത്തപ്പോഴാണ് അവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഒരുപാട് മുറ്റവും ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ വൈകുന്നേരങ്ങൾ ചെലവഴിക്കാനായിട്ട് അവിടെ വരുന്നതായിട്ട് കാണാം. ഇരുട്ട് വീണ് തുടങ്ങിയപ്പോൾ ക്ഷേത്രത്തിൽ ലൈറ്റിംഗ് ഉണ്ടായിരുന്നു. താഴെ നിന്ന് മുകളിലേക്ക് ട്യൂബ് ലൈറ്റ് കൊടുത്തിട്ടുള്ള ലൈറ്റിംഗ് ആണ്. ലൈറ്റിങ്ങിൽ എനിക്ക് തോന്നിയത് ബൃഹദേശ്വര ക്ഷേത്രത്തിന് വേറൊരു ഭംഗിയാണ്. ഓരോ കൊത്തുപണികളും എടുത്തു കാണിക്കുന്ന രീതിയിലാണ് ലൈറ്റിംഗ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭംഗി ഒന്നുകൂടെ ആസ്വദിക്കാൻ കഴിയുന്നത് വൈകുന്നേരങ്ങളിലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ കാണുന്നതാണ് നടരാജ മണ്ഡപം. പേര് കേൾക്കുന്ന പോലെ തന്നെ പണ്ടുകാലത്ത് ഈ ക്ഷേത്രത്തിൽ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഒരു മണ്ഡപത്തിലാണ് അതെല്ലാം നടന്നിരുന്നത്. ഇപ്പോഴും അതിൻ്റെ ഉള്ളിൽ ഒരു നടരാജ വിഗ്രഹമുണ്ട്. അങ്ങനെ തഞ്ചാവൂർ ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വൈകുന്നേരം ഒരു 7:30 തന്നെ ഞങ്ങൾ അമ്പലത്തിൽ നിന്നും ഇറങ്ങി. അങ്ങനെ ബൃഹദേശ്വര ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ഒന്നുകൂടെ എല്ലാത്തിലേക്കും ഒന്ന് കണ്ണുപിടിച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. ക്ഷേത്രത്തിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ഓട്ടോ പിടിക്കാം. ഏകദേശം 10 മിനിറ്റ് ദൂരമാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളത്. പിന്നെ അവിടെ കണ്ട ഒരു തൊട്ടടുത്തൊരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ ഒരു മാതൃകയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു കൊത്തുപണികൾ പോലെയൊക്കെ ഉള്ളൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ രാത്രി 9:50 നമുക്ക് ട്രെയിൻ. ചെന്നൈ എഗ്മോർ വരെയായിരുന്നു നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത്. കൃത്യം 9:50 തന്നെ ട്രെയിൻ എടുത്തു. അപ്പോൾ അത്രയാണ് നമ്മുടെ തഞ്ചാവൂർ വിശേഷം.